ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെസിപ്പീസ് റീകുക്ക്ഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നെയ്മീൻ മുളകിലിട്ടത്. ഇതൊരു കോട്ടയം സ്റ്റൈൽ ഫിഷ് കറിയാണ്. ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ചെറിയൊരു കഷ്ണം ഇഞ്ചി, 8 ചെറിയ വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, 2 ചെറിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ സവോളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സവോളയ്ക്ക് പകരമായിട്ട് ഒരു 10 ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും സവോള എല്ലാം കൂടെ നന്നായിട്ട് വഴണ്ടി വരണം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചപ്പൊക്കെ മാറി സവോളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ചേർക്കുന്നത്. എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവിൽ മാറ്റം വരുത്താം. ലോ ഫ്ലെയിമിലിട്ടിട്ട് മുളക് പൊടി കരിഞ്ഞു പോകാതെ നന്നായിട്ട് പച്ചപ്പ് മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. മുളക് പൊടിയുടെ പച്ചപ്പൊക്കെ മാറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നന്നായി കഴുകി വെച്ചിരിക്കുന്ന ഒരു 6 കുടംപുളി ചേർത്ത് കൊടുക്കാം. പുളിയുടെ അളവിലും താല്പര്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. മീൻ കറി ആയതുകൊണ്ട് തന്നെ എരിവും പുളിയൊക്കെ ഇത്തിരി മുന്നോട്ട് നിൽക്കണം, എന്നാലാണ് മീനിലേക്ക് ഇതൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഇനി നമുക്ക് മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി തിളച്ച് വരണം. തിളച്ചതിന് ശേഷം മീൻ കഷ്ണങ്ങൾ ചേർത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഗ്രേവിയിൽ ആവശ്യത്തിന് എരിവും പുളിയും ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 1/2 കിലോ നെയ്മീനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെയ്മീനിന് പകരമായിട്ട് നിങ്ങൾക്ക് ഏത് മീനും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു മീൻ കറിയാണ്. ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് മീൻ വേവുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇവിടെ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഗ്രേവിയൊക്കെ ഒന്നും കൂടെ കുറുകി വരാനുണ്ട്. അപ്പം നമുക്കൊന്നും കൂടെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് അടിക്ക് പിടിക്കാതിരിക്കാൻ ഇങ്ങനെയൊന്ന് ചുറ്റിച്ചെടുക്കാം. തവിയിട്ട് ഇളക്കരുത്, കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും. ഇനി നമുക്ക് ഇത് ഒന്നുകൂടെ അടച്ച് വെച്ച് ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ആ സമയത്ത് നമുക്ക് ഇതിനായിട്ടുള്ള കടുക് താളിച്ചെടുക്കാം. കാൽ ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, 3 കൊച്ചുള്ളി, ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് വെളിച്ചെണ്ണയിലാണ് ഞാനിവിടെ കടുക് താളിച്ചെടുക്കുന്നത്. ഇതിനി മീൻ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ മീൻ കറി നന്നായിട്ട് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കടുക് താളിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ചട്ടിയുടെ ചൂടിൽ ഇനിയും കറി ഇരുന്ന് ഒന്നും കൂടെ കുറുകിക്കോളും. എപ്പോഴും മീൻകറി വെക്കുമ്പോൾ ഇന്ന് വെച്ചിട്ട് നാളെ കൂട്ടാനാണ് സ്വാദ്. അപ്പോഴാണ് ശരിക്കും ആ മുളകും പുളിയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഈ മീൻകറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.
നിങ്ങളുടെ സജഷൻസ് അതെന്തായാലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. Till then, take care and thanks for watching Recipes Recooked.